ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, സബ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ ഇതിനെല്ലാം കോച്ചിങ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളൊരു 2 മന്തിലെ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ Day 4 ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ പവർ സിസ്റ്റം, നമ്മളിപ്പോൾ ഒരു 1 വീക്ക് പവർ സിസ്റ്റം പോർഷൻസാണ് നമ്മൾ കവറപ്പ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിനെ കുറിച്ച് ആ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി 3 അവേഴ്സാണ് അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്. എല്ലാവരും വരിക. അപ്പോൾ നാളെ നമുക്ക് 3 ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതോടൊപ്പം തന്നെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 4th ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ദൗത്യത്തിൻ്റെ 45 ഡേയുടെ കോഴ്സാണ്. ഫോർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻ എക്സാം ബാച്ച് 2 5th ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. അതുപോലെ തന്നെ 8th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തതും 15th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിംഗ് ആണ്. അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഫോർ ഡിഗ്രി ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാമും അതുപോലെ LDC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയും August 1, 8, 15, 22, 29 2 PM അതുപോലെ തന്നെ 8 PM നമ്മുടെ ടെസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള 1 ഇയർ സബ്സ്ക്രിപ്ഷനും 2nd to 5th കിട്ടുന്നവർക്ക് 75% സ്കോളർഷിപ്പ് ഓൺ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ, 6th to 10th വരുന്നവർക്ക് 50% സ്കോളർഷിപ്പ് ഓൺ 1 ഇയർ സബ്സ്ക്രിപ്ഷനുമാണ്. ഓക്കെ, പ്ലസ് ഫീച്ചേഴ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ ഓരോ മാസത്തെയും മന്ത്ലി ഫീസ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കാഡമി. ഇനി നമ്മുടെ Day 4, നമ്മുടെ 60 ഡേയ്സിൻ്റെ ടൈം ടേബിളിൽ Day 4 നിങ്ങൾക്ക് പവർ സിസ്റ്റം പാർട്ട് 4 ആണ്. അപ്പോൾ നമ്മൾ പവർ സിസ്റ്റം പാർട്ട് 3 വരെ നമ്മുടെ പാർട്ട് 3 അതുപോലെ പാർട്ട് 4ൻ്റെ കുറച്ച് പോർഷൻസ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ അപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് നമ്മളിതിൻ്റെ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും തിയറി വീഡിയോ ക്ലാസ്സും അതിൻ്റെ PDF നോട്ട്സും എക്സ്ട്രാ നോട്ട്സും പിന്നെ അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് MCQസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് പവർ ജനറേറ്റ് ചെയ്തത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാൽ ജസ്റ്റ് ഒന്ന് പറയാം. ഹൗ പവർ ഈസ് ജനറേറ്റഡ് അല്ലേ. അപ്പോൾ പവർ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ഹെൽപ്പ് ഓഫ് ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ. ഓക്കെ, അതിന് തന്നെ എന്തുണ്ട്? സ്റ്റേറ്ററും ഉണ്ട്, നമ്മുടെ ഓൾട്ടർനേറ്ററിന് സ്റ്റേറ്ററും ഉണ്ട്, റോട്ടറും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റോട്ടർ എങ്ങോട്ട് കണക്ട് ചെയ്യും? നമ്മൾ ടർബൈനിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പം നമ്മൾ റോട്ടറും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ എന്താണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് അതൊരു ഇറ്റ് വിൽ ഗീവൺ ആസ് ഇൻപുട്ട് അല്ലെ, ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കും. ഈ ഇൻപുട്ട് നമ്മൾ സ്റ്റീം ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഞാനൊരു സ്റ്റീം ടർബൈൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റീം ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്തു ടർബൈനിൽ. ഇപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തു, ഒരു പർട്ടിക്കുലർ സ്പീഡിൽ തീർന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അത് എങ്ങോട്ട് കണക്ട് ചെയ്യും? നമ്മുടെ ജനറേറ്ററിലോട്ട് കണക്ട് ചെയ്യും, ജനറേറ്ററിനെ റോട്ടറിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ റോട്ടറും റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ജനറേറ്റർ എന്ന് പറയുമ്പോൾ സിംഗിൾസ് ജനറേറ്ററാണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓൾട്ടർനേറ്ററിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾസ് സ്പീഡാണ്. ഓക്കെ, ദ സ്പീഡ് ഓഫ് ദി ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾസ് സ്പീഡാണ്. സിംഗിൾസ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് സിംഗിൾസ് സ്പീഡ് എന്ന് വെച്ച് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് ഓർ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് നമ്മുടെ റോട്ടറാണ്. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് സ്പീഡിലാണ്? സിംഗിൾസ് സ്പീഡിലാണ് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റേറ്ററും ഉണ്ട്. സ്റ്റേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്റ്റേറ്ററും റോട്ടറും നമ്മുടെ സിംഗിൾസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഒരു സ്പീഡ് ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടുപേരും നമ്മുടെ സ്റ്റേറ്റർ ആയിരുന്നാലും റോട്ടർ ആയിരുന്നാലും റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം സ്പീഡിലായിരിക്കും, സിംഗിൾസ് സ്പീഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എന്തെന്ന് പറയാം? ഒരു സ്റ്റേബിളാണ് അല്ലേ, ഒരു സ്റ്റേബിൾ കേസാണ്. രണ്ടും സെയിം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേബിൾ കേസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോ പറയാം? വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ മെഷീൻ എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഇതായിരിക്കും, ഒരു സിംഗിൾസ് സ്പീഡിലായിരിക്കും നമ്മുടെ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത് പറയാം. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റെബിലിറ്റിയിലോട്ട് വരാം. സ്റ്റെബിലിറ്റി ഓഫ് പവർ സിസ്റ്റം എന്ന് വെച്ചാൽ അത് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ കൺസിഡറിങ് ദ സ്പീഡ് ഓഫ് മെഷീൻ. നമ്മുടെ മെഷീൻ്റെ സ്പീഡ് കൺസിഡർ ചെയ്താണ് നമ്മുടെ പവർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇഫ് നമ്മുടെ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുകയാണ് അറ്റ് സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു സിംഗിൾസ് സ്പീഡ് ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ആ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ പവർ സിസ്റ്റം ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മളിപ്പം ഇൻഡയറക്റ്റ്ലി നമ്മുടെ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഒന്നേ അൺസ്റ്റേബിൾ ആവണമെങ്കിൽ നമ്മുടെ റോട്ടറിൻ്റെ സ്പീഡ് ഒന്നേ എന്താണ്? ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ സിംഗിൾസ് സ്പീഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ റോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എന്തായിരിക്കും? റൊട്ടേറ്റിംഗ് അറ്റ് എ സ്പീഡ് എന്ന് പറയുന്നത് ഒന്നേ ഗ്രേറ്റർ ദാൻ സിംഗിൾസ് സ്പീഡോ അല്ലെങ്കിൽ ലെസ് ദാൻ സിംഗിൾസ് സ്പീഡാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അതിനെന്താണ്? ഒരു സിംഗർണിസം നഷ്ടപ്പെടുകയാണ് അല്ലേ, അതല്ലെങ്കിൽ ഫോളിങ് ഔട്ട് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയാം.
ഓക്കെ. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു സിങ്കണസ് സ്പീഡ് ആണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ വെന്നെവർ നമ്മുടെ മെഷീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ട്രൈങ് ടു ഗെറ്റ് ആ സിങ്കണസ് സ്പീഡിൽ നിന്ന് ഔട്ട് ഓഫ് സിങ്കണസ് സ്പീഡ് പോവുകയാണെങ്കിൽ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും? ആ മെഷീൻ എന്ന് പറയുമ്പോൾ ഫാളിങ് ഔട്ട് ഓഫ് സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ മെഷീൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ഇൻസ്റ്റെബിലിറ്റി കണ്ടീഷനിലായിരിക്കും പവറിൽ ആ ഒരു മെഷീന് മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റോട്ടറിൻ്റെ സ്പീഡിനെ അസോസിയേറ്റ് ചെയ്തിരിക്കും. ഓക്കെ. പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്പീഡ് ഓഫ് ദി റോട്ടർ. വേറെ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന് സ്പീഡ് ഓഫ് ദി നമ്മുടെ സ്പീഡ് ഓഫ് ദി റോട്ടറിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ ലോഡിങ് കണ്ടീഷൻസ്. ഓക്കെ. ലോഡിങ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെന്നെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ സ്റ്റീം ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന സ്റ്റീം ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരാണെങ്കിൽ നമ്മൾ ടർബൈൻ്റെ സ്പീഡും വേരി ചെയ്യും. ഓക്കെ. അതുപോലെ നമ്മുടെ സ്പീഡ് ഓഫ് ദി റോട്ടറും വേരി ചെയ്യും. അപ്പോൾ അന്നേരം എന്ത് പറ്റും? ഇറ്റ് വിൽ മൂവ് ഔട്ട് ഓഫ് സിങ്കർനെസ്, നഷ്ടപ്പെടും, ഔട്ട് ഓഫ് സിങ്കർനെസ്സും ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റെബിലിറ്റിയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു പവർ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു ഫോൾട്ട് ഉണ്ടായി, അത് ഫോൾട്ട് ഉണ്ടാവണേ അത് നമ്മുടെ സ്പീഡിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റീമിൻ്റെ വാൽവിൽ, നമ്മുടെ സ്റ്റീം ടർബൈൻ്റെ വാൽവിന് എന്തെങ്കിലും ഡാമേജ് പറ്റുവാണെങ്കിലും അതും നമ്മുടെ സിഗ്നസ് സ്പീഡ് നഷ്ടപ്പെടും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സെവറൽ റീസൺസ് ടു മൂവ് റോട്ടർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സിങ്കർനെസ് മൂവ് ചെയ്യാനുള്ള ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ പവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി കൺസിസ്റ്റ് ഓഫ് സം സിങ്കർനസ് മെഷീൻസ് ആണ്, ഓപ്പറേറ്റിംഗ് ഇൻ സിങ്കർനിസം ആണ്. For the continuity of the power system, it is necessary that they should maintain perfect synchronism under all steady state conditions. Okay. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ സിസ്റ്റം എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, ഡ്യൂ ടു വിച്ച് ഇറ്റ് ബിക്കംസ് മോർ സ്റ്റേബിൾ അല്ലെങ്കിൽ നോർമൽ ആവും. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റെബിലിറ്റിയുടെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. It is the ability of the power system to return to its normal or stable condition after being disturbed is called stability. അതായത് നമ്മളെ പവർ സിസ്റ്റത്തിൻ്റെ ഒരു എബിലിറ്റിയാണ് എന്താണ്? അതിന് വീണ്ടും അത് റിട്ടേൺ ചെയ്യാൻ, നോർമൽ അല്ലെങ്കിൽ സ്റ്റേബിൾ കണ്ടീഷനിൽ വീണ്ടും അത് തിരിച്ച് റിട്ടേൺ ചെയ്യുക. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാലും തിരിച്ചൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യുക. അതിന് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സ്റ്റേബിൾ കണ്ടീഷൻ മീൻസ് സിങ്കണസ് കണ്ടീഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിങ്കണസ് സ്പീഡ് ആയിരിക്കും. അതാണ് നമ്മുടെ സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മെഷീൻ സ്റ്റേബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സിങ്കണസ് സ്പീഡിലാണ്. ഓക്കെ. ഇനി എന്തായിരിക്കും ഇൻസ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ? ഇൻസ്റ്റെബിലിറ്റി അതെന്ത് കണ്ടീഷനായിരിക്കും? ഇൻസ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മെഷീന് കനോട്ട് ബ്രിങ്ങിങ് ബാക്ക് ടു സ്റ്റെബിലിറ്റി. തിരിച്ച് നമ്മുടെ ആ മെഷീൻ തിരിച്ച് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യില്ല. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സിങ്കണസ് നഷ്ടപ്പെട്ടു, നമ്മുടെ സിസ്റ്റത്തിന് വീണ്ടും തിരിച്ച് ആ ഒരു മെഷീന് വീണ്ടും ഒരു സിങ്കണസ് സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എന്തൊക്കെയായിരിക്കും? മേ ബി വേരിയസ് ടൈപ്പ് ലൈക്ക് സഡൻ ചേഞ്ചസ് ഓഫ് ലോഡ്, സഡൻ ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഗ്രൗണ്ട്, ലൈൻ ടു ലൈൻ ഫോൾട്ട് വരാം, അല്ലെങ്കിൽ ഓൾ 3 ലൈൻ ഫോൾട്ട് വരാം, സ്വിച്ചിങ് വരാം. ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് പോകുന്നത് നമ്മളെ ടൈപ്സിലോട്ടാണ്. അപ്പോൾ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിലോട്ട് പോവാം. പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സിങ്കണസ് സ്റ്റെബിലിറ്റി ഓഫ് എ പവർ സിസ്റ്റം ക്യാൻ ബി ഓഫ് സെവറൽ ടൈപ്സ്. എന്തിൻ്റെയൊക്കെ ബേസിലാണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദി nature of the disturbance and for successful analysis it can be classified into 3 types. ഇതൊക്കെയാണ്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, ട്രാൻഷ്യൻറ്റ് സ്റ്റെബിലിറ്റി, ഡൈനാമിക് സ്റ്റെബിലിറ്റി. അതാണ് 3 ടൈപ്സ്. പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്റ്റഡി സ്റ്റേറ്റ്, ഡൈനാമിക്, ട്രാൻഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി. ഓക്കെ. എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ? ദ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഓഫ് എ പവർ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദി ability of the system to bring itself back to its stable configuration following a small disturbance in the network, like normal load fluctuation or action of automatic voltage regulator. അതായത് ഞാനിപ്പോൾ ഒരു സിങ്കണസ് മെഷീൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഒരു സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. അതെന്താണ്? ഒരു സ്റ്റേബിൾ കണ്ടീഷനാണ്, സ്റ്റേബിൾ കണ്ടീഷനാണ്. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് സിങ്കണസ് സ്പീഡിലാണ്. ഇനി ഞാൻ വളരെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഞാൻ കൊടുത്തു, ഒരു വെരി സ്മോൾ ഡിസ്റ്റർബൻസ് ഞാൻ റോട്ടറിൽ കൊടുത്തു. അന്നേരം നമ്മുടെ റോട്ടർ എന്ത് ചെയ്യും? മൂവ് ഔട്ട് ഓഫ് സിങ്കർനെസ്സുമായിട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പീഡ് വേരിയേഷൻ ഒക്കെ അറിയും റോട്ടറിൽ. പക്ഷേ നമുക്ക് ഡ്യൂ ടു ഡാമ്പിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട്, മെഷീൻസിൽ ഡാമ്പിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ആ സിസ്റ്റം വീണ്ടും എന്ത് ചെയ്യും? എഗെയിൻ റിട്ടേൺ ബാക്ക് ടു ആ സിങ്കർനസ് സ്പീഡിൽ വന്ന് എഗെയിൻ അത് സ്റ്റേബിൾ ആവും. ഓക്കെ. ഇനി ഞാൻ കുറച്ചും കൂടെ കൊടുക്കും, സം മോർ ഡിസ്റ്റർബൻസ് ഞാൻ വീണ്ടും കൊടുത്തു, ഞാൻ ഡിസ്റ്റർബൻസ് കൊടുത്തു. അപ്പോൾ സിസ്റ്റം വീണ്ടും എന്ത് ചെയ്യും? വിൽ മൂവ് ഔട്ട് ഓഫ് സിങ്കണസ് സ്പീഡിൽ മൂവ് ചെയ്ത് എന്നിട്ട് വീണ്ടും അത് എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും റിട്ടേൺ ബാക്ക് ടു സ്റ്റേബിൾ കണ്ടീഷനിൽ
കൊടുക്കും, വീണ്ടും വരും. കാരണം നമ്മൾ കൊടുത്ത ഡിസ്റ്റർബൻസ് വളരെ സ്മോൾ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഗ്രാജുവലി ഇഫ് ഐ ആം ഇൻക്രീസിങ് ദ ഡിസ്റ്റർബൻസ്, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ആ ഒരു ഞാൻ ഇൻക്രീസ് ചെയ്യാനാണ് ഡിസ്റ്റർബൻസ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ദർ ഇസ് എ ലിമിറ്റ് ബിയോണ്ട് വിച്ച്, ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വിച്ച് ഐ ആം ഇൻക്രീസിങ് ദ പർട്ടിക്കുലർ ഡിസ്റ്റർബൻസ് ദ മെഷീൻ വിൽ മൂവ് ഔട്ട് ഓഫ് സിങ്കർനെസം. അപ്പോൾ ഞാനങ്ങനെ ഡിസ്റ്റർബൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെഷീൻ എന്താവും, വിൽ മൂവ് സിങ്കർനെസം, ഔട്ട് ഓഫ് സിങ്കർനെസം മാറും. പിന്നെ അത് വീണ്ടും അത് എന്ത് ചെയ്യത്തില്ല, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റെബിലിറ്റി നമ്മൾ എന്താ പറയുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഗ്രാജുവലി നമ്മുടെ ഡിസ്റ്റർബൻസ് ഇൻക്രീസ് ചെയ്യാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ വിസ്റ്റാൻഡ്, ആ ഒരു ഡിസ്റ്റർബൻസ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് അത് എക്സീഡ് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും, വിൽ മൂവ് ഔട്ട് ഓഫ് സിങ്കർനെസം. എന്നിട്ട് വീണ്ടും തിരിച്ചത് എന്ത് ചെയ്യത്തില്ല, വിൽ നോട്ട് ബിക്കം ബാക്ക്, കംപ്ലീറ്റ്ലി ബിക്കം ഇൻസ്റ്റേബിൾ ആയിട്ട് മാറും. ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ ഡിസ്റ്റർബൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടതുള്ളത്? നിങ്ങൾ വിചാരിക്കത്തില്ല എന്തൊക്കെയാണ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. മെയിൻലി നമ്മുടെ ലോഡിംഗ് ആണ് അല്ലേ. നമ്മൾ ലോഡ് കൂട്ടണം. ഇഫ് ഇൻക്രീസ് ദ ലോഡ് ആണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും, വിൽ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഔട്ട് ഓഫ് സിങ്കർനെസം. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, നമുക്ക് അതിനെ അപ്പർ ലിമിറ്റ് എന്ന് പറയാം. ആ ഒരു ലിമിറ്റ് ബിയോണ്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലോഡിംഗ് കൂട്ടുകയാണെങ്കിൽ മെഷീൻ എന്ത് ചെയ്യും, വിൽ ഫോൾ ഔട്ട് ഓഫ് സിങ്കർനെസം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഓഫ് ലോഡ് അസോസിയേറ്റഡ് വിത്ത് എന്തിനാ അസോസിയേറ്റ് ചെയ്തും ഇതൊക്കെ തിയറി ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗ്രാജുവൽ ഇൻക്രീസ് ഓഫ് ലോഡ് അസോസിയേറ്റ് ചെയ്യുന്ന ഏതായിരിക്കും, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺസിഡർഡ് ഓൺലി ഡ്യൂറിങ് എ വെരി ഗ്രാജുവൽ ആൻഡ് ഇൻഫിനിറ്റ്ലി സ്മോൾ പവർ ചേഞ്ച് ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ദ പവർ ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എക്സീഡ് ദ മാക്സിമം പവർ പെർമിസിബിൾ ആണെങ്കിൽ then there are chances that a particular machine or a group of machine will cease to operate in synchronism and result in yet more disturbance. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഡൈനാമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഡൈനാമിക് സ്റ്റെബിലിറ്റി. Dynamic stability of a system denote the artificial stability given to an inherently unstable system by automatically controlled means. അതായത് എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ ടർബൈൻ സ്പീഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ലോഡിങ് കാരണം ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്. ഇതൊക്കെ വളരെ സ്മോൾ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, ഇറ്റ് വിൽ നോട്ട് മേക്ക് ദ മെഷീൻ ടു നമ്മുടെ സിങ്കർനെസ് നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം വളരെ സ്മോൾ ഡിസ്റ്റർബൻസ് ആണ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. അത് വീണ്ടും പഴയ പൊസിഷനിലെത്തി നോർമലി ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് ഇൻസ്റ്റെബിലിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല. പക്ഷേ നമ്മളിപ്പം പക്ഷേ അത് ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ചെറിയ ഓസിലേഷൻസ്, നമ്മൾ റോട്ടറിൽ നമ്മൾ സം ഓസിലേഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. ബട്ട് ഇറ്റ് വിൽ ക്രിയേറ്റ് സം ഓസിലേഷൻസ് ഇൻ ദ റോട്ടർ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ചെറിയൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റോട്ടറിൽ ചെറിയ ഓസിലേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഓസിലേഷൻസ് ആർ നോട്ട് ഡാംഡ് പ്രോപ്പർലി. അപ്പോൾ ഈ ഓസിലേഷൻസ് എന്ത് ചെയ്യാൻ ഫർദർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ആൻഡ് വിൽ മേക്ക് ദ മെഷീൻ ടു മൂവ് ഔട്ട് ഓഫ് സിങ്കർനെസം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പിനെ നമ്മൾ ഡൈനാമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ദർ ഇസ് നോ ഗ്രാജുവൽ, ലോഡ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ആകുന്നില്ല. പക്ഷേ ഇവിടെ ഡൈനാമിക്കിൽ എന്താണ്, ഒരു സ്മോൾ ഡിസ്റ്റർബൻസ് നമ്മൾ കൊടുക്കുകയാണ്. അത് കാരണം അവിടെ എന്തൊരു ഓസിലേഷൻ സിസ്റ്റത്തിൽ ഓസിലേഷൻ ഉണ്ടാകുന്നു. ഈ ഓസിലേഷൻസ് എന്ന് പറയുമ്പോൾ നോട്ട് പ്രോപ്പർലി ഡാംപ്ഡ് ആണ്. ആ ഒരു ഓസിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓസിലേഷൻ കാരണം വെരി ലാർജ് നാച്ചുറൽ ഓസിലേഷൻസും ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് പറ്റും, നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യും, മൂവ് ഔട്ട് ഓഫ് സിങ്കർനെസം. ഇതിനെ നമ്മൾ ഡൈനാമിക് സ്റ്റെബിലിറ്റി ഓഫ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇറ്റ് ഈസ് കൺസേൺ ടു ആ ഒരു സ്മോൾ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ ഒരു ലാസ്റ്റിംഗ് ഫോർ 10 to 30 സെക്കൻഡ്സേ അത് കാണത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് വൺ, നമ്മുടെ ട്രാൻഷ്യൻറ്റ് സ്റ്റെബിലിറ്റി ഓഫ് പവർ സിസ്റ്റം ആണ്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ സിസ്റ്റം ടു റീച്ച് എ സ്റ്റേബിൾ കണ്ടീഷൻ ഫോളോയിങ് എ ലാർജ് ഡിസ്റ്റർബൻസ് ഇൻ ദ നെറ്റ്വർക്ക് കണ്ടീഷൻ. ട്രാൻഷ്യൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് തന്നെ എന്താണ്, ഒരു സഡൻ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. അതാണ് അതിൻ്റെ മീനിങ്. ട്രാൻഷ്യൻറ്റ് മീൻസ് സഡൻ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. അതായത് നമ്മളിപ്പോൾ വെരി ലാർജ് ഡിസ്റ്റർബൻസ് നമ്മുടെ സിസ്റ്റത്തിൽ ഹാപ്പൻ ചെയ്യാമെന്ന് വിചാരിച്ചോ. അതൊരു ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ, ഒരു വെരി ലാർജ് ഡിസ്റ്റർബൻസ് ഹാപ്പനിങ് വിത്തിൻ എ വെരി ഷോർട്ട് ഡ്യൂറേഷനെയാണ് നമ്മൾ ട്രാൻഷ്യൻറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മുടെ ഫോൾട്ട്, ഒരു സിസ്റ്റത്തിലുണ്ടാകുന്ന ഫോൾട്ടൊക്കെയാണ് നമ്മുടെ എക്സാമ്പിളായിട്ട് വരുന്നത് ട്രാൻഷ്യൻറ്റിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ട്രാൻഷ്യൻറ്റ് സ്റ്റെബിലിറ്റി ഓഫ് എ പവർ സിസ്റ്റം റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ സിസ്റ്റം ടു റീച്ച് എ സ്റ്റേബിൾ കണ്ടീഷൻ ഫോളോയിങ് എ ലാർജ് ഡിസ്റ്റർബൻസ് ഇൻ ദ നെറ്റ്വർക്ക് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇൻ ഓൾ കേസസ് റിലേറ്റഡ് ടു ലാർജ് ചേഞ്ചസ് ഇൻ ദ സിസ്റ്റം ലൈക്ക് എന്തൊക്കെയാണ് ആ ലാർജ് ചേഞ്ചസ് എന്ന് പറയുന്നത്? ഒന്ന്
സഡൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ലോഡ് അത് വരാം, അല്ലെങ്കിൽ സ്വിച്ചിങ് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ലൈൻ ഫോൾട്ട് വരാം, അല്ലെങ്കിൽ ലോസ് ഡ്യൂ ടു എക്സൈറ്റേഷൻ ദ ട്രാൻഷൻ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം കമ്മിങ്സ് ടു പ്ലേ. ഓക്കെ, ഇൻഫാക്റ്റ് ഡീൽസ് വിത്ത് ദ എബിലിറ്റി ഓഫ് സിസ്റ്റം ടു റീറ്റെയിൻ സിങ്കണിസം ഫോളോയിങ് എ ഡിസ്റ്റർബൻസ് സസ്റ്റെയിനിങ് ഫോർ ഒരു ലോങ് പീരീഡ് അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ മാക്സിമം പവർ ദാറ്റ് ഈസ് പെർമിസിബിൾ ടു ഫ്ലോ ത്രൂ ദ നെറ്റ്വർക്ക് വിത്തൗട്ട് ലോസ് ഓഫ് സ്റ്റെബിലിറ്റി ഫോളോയിങ് എ സസ്റ്റെയിൻഡ് പീരീഡ് ഓഫ് ഡിസ്റ്റർബൻസ് ഈസ് റെഫേർഡ് ടു ആസ് ട്രാൻഷ്യൻറ്റ് സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം. എന്താണ് ട്രാൻഷ്യൻറ്റ് സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ സഡൻ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്, വെരി ലാർജ് ഡിസ്റ്റർബൻസ് ഹാപ്പനിങ് വിത്തിൻ എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ, അല്ലെങ്കിൽ മാക്സിമം പവർ ദാറ്റ് ഈസ് പെർമിസിബിൾ ടു ഫ്ലോ ത്രൂ ദ നെറ്റ്വർക്ക് വിത്തൗട്ട് ലോസ് ഓഫ് സ്റ്റെബിലിറ്റി ഫോളോയിങ് എ സസ്റ്റെയിൻഡ് പീരീഡ് ഓഫ് ഡിസ്റ്റർബൻസിനെ നമ്മൾ ട്രാൻഷ്യൻറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഗോയിങ് ബിയോണ്ട് ആ ഒരു മാക്സിമം പെർമിസിബിൾ വാല്യൂ ബിയോണ്ട് ആയി പോയാൽ സിസ്റ്റം വിൽ ടെമ്പററിലി ബി റെൻഡഡ് ആസ് അൺസ്റ്റേബിൾ ആയി മാറും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ള തിയറി ക്ലാസ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ടോപ്പിക് വൈസ് MCQs ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ റിയാക്റ്റൻസ് ഓഫ് ലൈൻ, ലോസസ്, റിയാക്റ്റൻസ് ഓഫ് ജനറേറ്റർ, എക്സൈറ്റേഷൻ ഓഫ് ജനറേറ്റർ. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ലോസസ്. കാരണം നമ്മൾ പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്റ്റൻസ് കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ആ മെഷീൻ്റെ എക്സൈറ്റേഷൻ കൂട്ടുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ദ മെഷീനും കൂടും. അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ലൈൻ ലോസസ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the power transfer capability of a transmission line is the most affected by ഷണ്ട് കപ്പാസിറ്റൻസ് ആണോ, കപ്പാസിറ്റൻസ് ആണോ, റെസിസ്റ്റൻസ് ആണോ, ഇൻഡക്റ്റൻസ് ആണോ? ഇറ്റ് ഈസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ലോങ് ട്രാൻസ്മിഷൻ ലൈനിലുള്ള പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈസ് ലിമിറ്റഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജസ് അറ്റ് ദി ടു എൻഡ്സ്, ദ റിയാക്റ്റൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ആൻഡ് ദ സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു വോൾട്ടേജസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ബൈസത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് ഈസ് ഗിവൺ ബൈ P = EV by X sin delta ആണ്. ഓക്കെ, ഓക്കെ, അതിൽ ദ പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ മോസ്റ്റ്ലി അഫക്റ്റഡ് ബൈ ദ ഇൻഡക്റ്റൻസ് ആണ്. അത് ഓർക്കുക. ഓക്കെ, പിന്നെ എന്താണ്? നമ്മുടെ പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി ഓഫ് ആൻ AC ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്റ്റെബിലിറ്റി ലിമിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഓഫ് ദി എക്സിസ്റ്റിംഗ് ട്രാൻസ്മിഷൻ സിസ്റ്റം ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. നമുക്കിത് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം? ബൈ ഇൻക്രീസിങ് ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ്, അല്ലെങ്കിൽ നമ്മുടെ ലൈൻ റിയാക്റ്റൻസ് കുറച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റ് ഈസ് എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റ് ഇറ്റ് ഇസ് ഓപ്ഷൻ എ, P = EV by X ആണ്. ഓക്കെ, ദ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഓഫ് ആൻ AC ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്റ്റെബിലിറ്റി ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റിൻ്റെ ഫോർമുല P = EV by X. E എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ വോൾട്ടേജ്, X എന്ന് പറയുന്ന റിയാക്റ്റൻസ് ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? നമ്മുടെ ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂട്ടുക, അല്ലെങ്കിൽ ലൈൻ റിയാക്റ്റൻസ് കുറയ്ക്കുക. അടുത്തൊരു പ്രോബ്ലം ആണ്. 100 MVA 11 kV 3 phase 50 Hz 8 pole synchronous generator has an inertia constant എന്നിട്ടുണ്ട് 4 seconds. H കൊണ്ട് ഡിനോട്ട് ചെയ്യുക. സ്റ്റോർഡ് എനർജി ഇൻ ദ റോട്ടർ ഓഫ് എ ജനറേറ്റർ അറ്റ് എ സിംഗിൾസ് സ്പീഡ് വിൽ ബി. ഓക്കെ, നമുക്ക് സ്റ്റോർഡ് എനർജിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ AE ലെവൽ ചോദിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും ഈ മോഡൽ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻസ് പഠിക്കാം. എന്താണ്? H = കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ റോട്ടർ ഡിവൈഡഡ് ബൈ മെഷീൻ റേറ്റിംഗ് ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ റോട്ടർ ഡിവൈഡ് ബൈ മെഷീൻ റേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ S കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് H തന്നിട്ടുണ്ട് എത്ര? 4 സെക്കൻഡ്. നമ്മുടെ MVA റേറ്റ് തന്നിട്ടുണ്ട് 100 MVA. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന് ഫോർമുല ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? H = കൈനറ്റിക് എനർജി ബൈ S ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാൻ വേണ്ടി H × S. ആൻസർ വന്നിട്ട് 400 MJ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 2 identical synchronous machine having the same inertia constant are connected in parallel and swinging together. ഓക്കെ, 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിംഗണസ് മെഷീൻസ് ആണ്. രണ്ടുപേരും സെയിം ഇനേർഷ്യ കോൺസ്റ്റൻ്റ് ഉണ്ട്, പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവ് ഇനേർഷ്യ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ 4 MJ/MVA ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മെഷീനും ഇനേർഷ്യ കോൺസ്റ്റൻ്റ് എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ 2 മെഷീൻ സിസ്റ്റം, അപ്പോൾ തിയറിയൊക്കെ നിങ്ങൾ ഇത് നോക്കി പഠിക്കാം. പിന്നെ 2 മെഷീൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ സിംഗണസ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഈസ് കണക്റ്റഡ് ടു സിംഗണസ് മോട്ടറാണ്. അപ്പോൾ ഒരു ലോസ്ലെസ് നെറ്റ്വർക്ക് വഴി
ഇനീഷ്യലി നമ്മുടെ ബോത്ത് മെഷീൻസും സ്റ്റേബിൾ കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ലോഡ് കൂട്ടുന്ന വഴി നമ്മൾ ഇലക്ട്രിക്കൽ ഇൻപുട്ട് എന്ത് ചെയ്യണം, ചേഞ്ച് ആവത്തില്ല, കനോട്ട് ചേഞ്ച് സൈമിൾട്ടേനിയസ്ലി, സോ ദാറ്റ് ദ മോട്ടർ വിൽ ഗെറ്റ് ഓസിലേഷൻസ് കിട്ടും. അപ്പോൾ ഈ ഓസിലേഷൻസ് ഹൈ ആകുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടർ എന്താകും, അൺസ്റ്റേബിളിലോട്ട് പോകും. അപ്പോൾ മോട്ടർ അൺസ്റ്റേബിളിലോട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾസ് മെറ്ററിൻ്റെ ലോഡ് എന്താവും, സീറോ ആവും. ജനറേറ്റർ എന്ത് ചെയ്യും, ഓസിലേഷൻസ് ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ട് മെഷീൻ സിസ്റ്റവും ബിക്കംസ് എന്തായി മാറും, ഒരു സിംഗിൾ മെഷീൻ സിസ്റ്റം ആയിക്ക് മാറും. ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റൻ വെച്ചിട്ടുള്ള രണ്ട് മെഷീൻസും സ്വിങ്ങിങ് ടുഗദർ, ദെൻ ദ ഇക്വലൻ ഇനേർഷ്യ കോൺസ്റ്റന്റ് H എന്ന് പറയുമ്പോൾ H1 + H2 ആണ്. രണ്ട് മെഷീൻസും സെയിം ഇനേർഷ്യ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, H1 = H2 = H എന്ന് എഴുതാം. എഫക്റ്റീവ് ഇനേർഷ്യ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 4 MJ/MVA ആണ്. H എന്ന് പറയുമ്പോൾ H+ രണ്ടും കൂടെ ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് H എന്ന് പറയുമ്പോൾ 2H ആണ്. ദാറ്റ് ഇസ് അവിടെ നമുക്ക് H കണ്ടുപിടിക്കാമല്ലോ, ദാറ്റ് ഇസ് 2 MJ/MVA. ഓക്കെ, ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ടോർക്ക് ആംഗിൾ ഡെൽറ്റ ഇൻക്രീസസ് ഇൻഡെഫിനിറ്റ്ലി ദ സിസ്റ്റം ഇൻഡിക്കേറ്റ്സ്. ടോർക്ക് ആംഗിൾ ഡെൽറ്റ കൂടുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യും, ഇത് ബിക്കം സിസ്റ്റം എന്താണ്, ഇൻസ്റ്റെബിലിറ്റി ആണ്. ഓക്കെ, നമ്മുടെ ഡെൽറ്റ എന്ന് വെച്ചാൽ ടോർക്ക് ആംഗിൾ ആണ്. എന്താണ് ടോർക്ക് ആംഗിൾ എന്ന് വെച്ചാൽ എന്തിൻ്റെയൊക്കെ ആംഗിളാണ്, ആംഗിൾ ബിറ്റ്വീൻ റോട്ടർ ഫ്ലെക്സും സ്റ്റേറ്റർ ഫ്ലെക്സും ആണ്. ബോത്ത് ആർ റൊട്ടേറ്റിംഗ് അറ്റ് സിംഗനസ് സ്പീഡ് ആയിരിക്കും. നമ്മുടെ സിംഗനസ് മെഷീൻ നമ്മൾ ഇൻഫിനിറ്റ് ബസ്സിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡും ടെർമിനൽ വോൾട്ടേജും ഫിക്സഡും ആണ്, അതുപോലെ അൺഅൾട്ടറബിളും ആണ്. അപ്പോൾ നമ്മുടെ കൺട്രോൾ വേരിയബിൾസ് എന്ന് പറയുന്ന ഓൺലി ഫീൽഡ് കറണ്ടും അതുപോലെ തന്നെ മെക്കാനിക്കൽ ടോർക്കും ലോഡ് ഓൺ ദി ഷാഫ്റ്റും ആണ്. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ ലോഡിന് ഒരു ലിമിറ്റ് ഉണ്ട്, ദാറ്റ് ക്യാൻ ബി അപ്ലൈ ടു ദ സിംഗനസ് മോട്ടർ. അപ്പോൾ ലോഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ടോർക്ക് ആംഗിളും ഇൻക്രീസ് ആവും. അപ്പോൾ ഒരു കണ്ടീഷൻ അറൈസ് ചെയ്യുമ്പോൾ നമ്മുടെ റോട്ടർ എന്ത് ചെയ്യും, വീണ്ടും പുൾ ഔട്ട് ഓഫ് സിംഗനസുമായി മാറും. നമ്മുടെ മോട്ടർ സ്റ്റോപ്പ് ആവും. ഓക്കെ, അതായത് നമ്മുടെ ടോർക്ക് ആംഗിൾ ഇൻക്രീസസ് ഇൻഡെഫിനിറ്റ്ലി ആണ്. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എന്തിലോട്ട് പോകും, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ദ മെഷീനിലോട്ട് പോകും. ഓക്കെ, ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ കുറച്ചത് വീണ്ടും കുറഞ്ഞ് നമ്മുടെ ഓസിലേറ്റിംഗ് ഒക്കെ ഉണ്ടായി ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, ഒരു സ്റ്റെബിലിറ്റി നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് പോകും, നമ്മൾ ടോർക്ക് ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, ഇൻസ്റ്റെബിലിറ്റിയിലോട്ട് പോകും. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്വിംഗ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ പഠിക്കാം. സ്വിംഗ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വേറെ ഡെൽറ്റ ഇലക്ട്രിക്കൽ പവർ ആംഗിളാണ്, H പെർ യൂണിറ്റ് ഇനേർഷ്യ കോൺസ്റ്റൻറ്റ്, PM ഇസ് പെർ യൂണിറ്റ് മെക്കാനിക്കൽ പവർ, PE ഇസ് പെർ യൂണിറ്റ് ഇലക്ട്രിക്കൽ പവർ ആൻഡ് F0 ഫ്രീക്വൻസി ആണെങ്കിൽ സ്വിംഗ് ഇക്വേഷൻ മാത്രം നോക്കുക. എന്താണ്, ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. PM - PE = H/180 F0 d² δ/dt². ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സ്വിംഗ് ഇക്വേഷൻ എന്താ നോക്കാം. അതിൻ്റെ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ഒരു പവർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, കൺസിസ്റ്റ് ഓഫ് കുറേ സിംഗനസ് മെഷീൻസും ഉണ്ട്. സിംഗനസ്ലി ഓപ്പറേറ്റ് ചെയ്യുകയാണ് എല്ലാ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിലും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന മെയിൻലി റിലേറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്വിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് മൂവ്മെൻറ്റ്, അത് നോൺ ലീനിയർ ആവാം, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാം. ഓക്കെ, അത് എന്ത് ഡിസ്ക്രൈബ് ചെയ്യാം, നമ്മുടെ മോട്ടറിൻ്റെ ആ ഒരു സ്വിംഗ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, സിംഗനസ് മെഷീന്. പിന്നെ അതുപോലെ നമ്മുടെ ട്രാൻസിഷൻ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, ഒരു സ്വിംഗ് ഇക്വേഷൻ വെച്ച് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്, PM - PE = M × d² δ/dt² ആണ്. ഓൾസോ M എന്ന് വെച്ചാൽ എന്താണ്, H/180 F0 ഫോർ യൂണിറ്റ് ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, PM - PE = H/180 × d² δ/dt² ആണ്. വേറെ PM എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പവർ ഇൻപുട്ട്, PE ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട്, PE ആക്സിലേറ്റിംഗ് പവർ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ ആംഗിൾ, M എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റ് ഓഫ് ദി റോട്ടർ, H പെർ യൂണിറ്റ് ഇനേർഷ്യ കോൺസ്റ്റൻറ്റ്, F0 ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിംഗ് ഇക്വേഷൻ എന്തിൻ്റെയൊക്കെ റിലേഷൻ തരികയാണ്, അതുകൊണ്ട് ഓർക്കുക. സ്വിംഗ് ഇക്വേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെ റിലേഷൻ തരികയാണ്, ഇറ്റ് വാസ് ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ ആക്സിലറേറ്റിംഗ് പവർ, അതുകൊണ്ട് ഓർക്കുക കേട്ടോ, ആക്സിലറേറ്റിംഗ് പവറും ആംഗുലർ ആക്സിലറേഷൻ. ഇറ്റ് ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ആക്സിലറേറ്റിംഗ് പവർ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. പിന്നെ അതുപോലെ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി റോട്ടർ ഡൈനാമിക്സ് ഓഫ് ദി സിംഗനസ് മെഷീൻ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റെബിലൈസിങ് ദ സിസ്റ്റം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ എ ലോസി ട്രാൻസ്മിഷൻ ലൈൻ കൺസിഡർ ചെയ്യുകയാണ്. വിത്ത് V1 V2 എന്ന് പറഞ്ഞാൽ സെൻഡിങ് എൻഡും റിസീവിൻ്റും വോൾട്ടേജും ആണ്. ഇസഡും എക്സും എന്ന് പറഞ്ഞാൽ സീരീസ് ഇമ്പിഡൻസും റിയാക്റ്റൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ കണ്ടുപിടിക്കണം. സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓക്കെ, അത് നോക്കാം, അതിൻ്റെ ഫോർമുല നോക്കാം. അതായത് ഇറ്റ് ഈസ് ഓപ്ഷൻ വന്നിട്ട് ബി ആണ് പറയുന്നത്, <V1 V2/X ആയിരിക്കും. നമ്മുടെ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഉണ്ട് V1, റിസീവിങ് ആൻഡ് വോൾട്ടേജ് V2, സീരീസ് ഇമ്പിഡൻസ് Z, റിയാക്റ്റൻസ് X. ഓക്കെ, ഇത്രയും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ് മാത്രമാണെങ്കിൽ റിയാക്റ്റൻസ് മാത്രമാണ് ഉണ്ടെങ്കിൽ അങ്ങനെ വരും. നമ്മുടെ എങ്ങനെ വരും, റിയാക്റ്റൻസ് മാത്രമാണെങ്കിൽ അങ്ങനെയല്ല വരുന്നത്, V1 V2 റിയാക്റ്റൻസ് മാത്രം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, Pmax എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് Pmax1 = V1 V2/X എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
അടുത്ത് നമ്മുടെ ഇസഡും കൂടെ ഉണ്ട്, നമ്മുടെ ഇമ്പിഡൻസും കൂടെ, നമ്മൾ സീരീസ് ഇമ്പിഡൻസും കൂടെ നമ്മൾ ഇസഡും കൂടെ പ്രസൻ്റ് ആണെങ്കിൽ, ഇസഡ് പ്രസൻ്റ് ആണെങ്കിൽ എങ്ങനെ വരയ്ക്കും? ദാറ്റ് ഈസ് നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും അല്ലേ, V1 ഓക്കെ, നമ്മുടെ ഇസഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇമ്പിഡൻസ് വരയ്ക്കാം, ഇത് നമ്മുടെ ഇസഡാണ്. ഓക്കെ, V2 ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? പി മാക്സ് ഈക്വൾ ടു, ഇത് നേരെ കളറിൽ എഴുതാം, പി മാക്സ് ഈക്വൾ ടു പി മാക്സ് 2 ഈക്വൾ ടു ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് ഈസ് V1 ഇസഡും കൂടെ ഉള്ള കണ്ടീഷനാണ്, V1 V2 ബൈ ഇസഡ് മൈനസ് V2 സ്ക്വയർ കോസ് 5 ഡിവൈഡ് ബൈ ഇസഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷനും നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ പി മാക്സ് 2 എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ പി മാക്സ് 1 ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത് ഫോർ ദി ട്രാൻസിഷൻ ലൈൻ വിൽ ബി എന്തായിരിക്കും? ഇറ്റ് ഇസ് ലെസ് ദാൻ V1 ബൈ V2 എക്സ്, ഓപ്ഷൻ ബി വരും. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് വരുന്നത് കോൺസെപ്റ്റ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9 അല്ലേ അടുത്ത? ഓക്കെ, ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഈസ് ജനറലി ഇംപ്രൂവ്ഡ് ബൈ, ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? ബൈ യൂസിങ് ഹൈ സ്പീഡ് ഗവേർണേഴ്സ് ഓൺ മെഷീൻസ്. ഓക്കെ, നമ്മുടെ മെഷീൻസിൽ ഹൈ സ്പീഡ് ഗവേർണേഴ്സ് ഓൺ മെഷീൻസിൽ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം. അതായത് എന്താണ് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് ദി പവർ സിസ്റ്റം ടു മെയിൻറ്റെയിൻ സിങ്കർണിസം ആണ് വെൻ സബ്ജക്റ്റ് ടു എ സിവിയർ ട്രാൻസിയൻറ്റ് ഡിസ്റ്റർബൻസ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? അപ്പോൾ ഇത്രയും നിങ്ങൾ വായിച്ചു നോക്കുക. ഒന്ന് സിസ്റ്റം വോൾട്ടേജ്, അല്ലെങ്കിൽ X/R റേഷ്യോ, അല്ലെങ്കിൽ ബൈ യൂസിങ് ഹൈ സ്പീഡ് ഗവേർണേഴ്സ് ഓൺ മെഷീൻസ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് മാറിയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൈ സ്പീഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഹെൽപ്പ് ടു ക്ലിയർ ദി ഫോൾട്ട് ആസ് ക്വിക്ലി ആസ് പോസിബിൾ, അല്ലെങ്കിൽ ബൈ ടർബൈൻ ഫാസ്റ്റ് വാൽവിങ്, അല്ലെങ്കിൽ ഹൈ സ്പീഡ് എക്സൈറ്റേഷൻ. ഇതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? ബൈ യൂസ് ഓഫ് ഓട്ടോ റീക്ലോസിങ് ബ്രേക്കേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, ക്വിക്ക് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി ഓഫ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ 2 പോൾ 50 Hz 11 kV 100 MW ഓൾട്ടർനേറ്റർ ഹാസ് എ മൊമെൻറ്റ് ഓഫ് ഇനേഴ്ഷ്യ എന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ഇനേഴ്ഷ്യ കോൺസ്റ്റൻറ്റ് എച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, എന്താണ് ഫോർമുല? നമ്മൾ എച്ച് കാണാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു. സ്റ്റോർഡ് കൈനറ്റിക് എനർജി ഇൻ മെഗാ ജൂൾസ് ഡിവൈഡ് ബൈ റേറ്റിംഗ് ഓഫ് മെഷീൻ ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ്. I എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേഴ്ഷ്യ, ഒമേഗ 2πf ആണ്. അപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് അതിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കാം. മൊമെൻറ്റ് ഓഫ് ഇനേഴ്ഷ്യ അറിയാം, ഒമേഗ കണ്ടുപിടിക്കാം. സ്റ്റോർഡ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ അതും കിട്ടും, എല്ലാം തന്നിട്ടുണ്ട് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. എച്ചിൽ നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 4.93 സെക്കൻഡ് വരും. ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഓൾട്ടർനേറ്റർ ഹാവിംഗ് ആൻ ഇൻഡ്യൂസ്ഡ് EMF ഓഫ് 1.6 per unit ഈസ് കണക്റ്റഡ് ടു ആൻ ഇൻഫിനിറ്റ് ബസ് ഓഫ് 1.0 per unit. The bus bar has a reactance of 0.6 per unit and the alternator has reactance of 0.2 per unit. What is the maximum power can be transferred? എന്താണ് EV/X? മാക്സിമം പവർ ഇക്വേഷൻ ഉണ്ട്. EV/X എല്ലാം തന്നിട്ടുണ്ട്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 per unit കിട്ടും. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. ബൈ ഡാഷ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഈസ് ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. നമ്മൾ നേരത്തെ കണ്ടീഷൻസ് ഒക്കെ വായിച്ചു. ബൈ യൂസിങ് ഹൈ സ്പീഡ് ഗവേർണേഴ്സ് ഓൺ മെഷീൻസ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. In a power system, due to interconnection or grid formation and transmission line redundancy, the ability to serve all power demands without failure over long periods of time is due to. എന്ത് കാരണമായിരിക്കും? ഈസ് ഡ്യൂ ടു പവർ സിസ്റ്റം റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ദ മെഷർ ഓഫ് ദി പവർ സിസ്റ്റം എബിലിറ്റി ആണ് ടു സെർവ് ഓൾ പവർ ഡിമാൻഡ്സ് വിത്തൗട്ട് ഫെയിലിയർ ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, അപ്പോൾ റിലയബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്ങനെയാണ്? ബൈ സിസ്റ്റം ഇൻക്രീസ്ഡ് ബൈ സിസ്റ്റം ഇന്റർകണക്ഷൻ ഓർ ഗ്രിഡ് ഫോർമേഷൻ ആൻഡ് ഓൾസോ ട്രാൻസിഷൻ ലൈൻ റിഡൻഡൻസി. അപ്പോൾ ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പഠിച്ചോണ്ട് എങ്ങനെയും ചോദിക്കാം. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. The swing equation for stability of power system is represented by swing equations. അത് നോക്കുക. swing equation എന്നുണ്ട്. ഇസ് ഓപ്ഷൻ ബി m × d² ഡെൽറ്റ ബൈ dt² PS - P. തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മളിത് കണ്ടതാണ് swing equationത്, നോക്കുക. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റെബിലിറ്റി ഓഫ് ദി പവർ സിസ്റ്റം ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ. സ്റ്റെബിലിറ്റി ഓഫ് ദി പവർ സിസ്റ്റം ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ജനറേറ്റർ, ലൈൻ ലോസസ്, എക്സൈറ്റേഷൻ ഓഫ് ജനറേറ്റർ. ഇത് നമ്മൾ കണ്ടതാണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ലൈൻ ലോസസ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ ലോസസ് ആണ്, അത് നോക്കുക കേട്ടോ, അതിൻ്റെ തിയറി വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം എല്ലാവരും പഠിക്കുക. നമ്മുടെ 60 ഡേയുടെ ടൈം ടേബിൾ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.